ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് +1 ഒരു സ്റ്റഡി വ്ളോഗ് തന്നെയാണ്. അഗ്നി ബാച്ചിൽ 2 ക്ലാസ്സസ് കാണാനുണ്ട്. ഫിസിക്സും പിന്നെ ബയോളജി, കമ്പ്യൂട്ടർ സയൻസ്, അതാണ്. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം. ഗായ്സ്, ടെക്സ്റ്റ് എല്ലാം കിട്ടിയിട്ടുണ്ട്. ഇതിൽ ചാപ്റ്റർ 2 ആണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്. അതിന് മുമ്പായിട്ട് എന്തൊക്കെയോ ഉണ്ട് കേട്ടോ ഇതിൽ. ഇന്ന് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്ന പാഠമായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. നിതിൻ സാറാണ് ക്ലാസ് എടുത്തത്. ഫസ്റ്റ് തന്നെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്താണ്, പിന്നെ മെഷർമെൻറ്റ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. പിന്നെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്താണ്, എത്ര ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആണ് ഉള്ളത്, അത് ഏതൊക്കെയാണ്, ആ 7 എണ്ണം, പിന്നെ അതിൻ്റെ യൂണിറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്താണെന്ന് പറഞ്ഞു. പിന്നെ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് പറഞ്ഞു. അതിൽ 3 സിസ്റ്റം ഉണ്ടല്ലോ, CGS, FPS, MKS. അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഓവറോൾ നോക്കുമ്പോൾ ഒരു നല്ല ക്ലാസ് തന്നെയായിരുന്നു. പിന്നെ SI യൂണിറ്റിനെ പറ്റി പറഞ്ഞു. പിന്നെ ബേസിക് യൂണിറ്റും പിന്നെ സപ്ലിമെൻ്ററി യൂണിറ്റ്സും അതൊക്കെ പറഞ്ഞു. പിന്നെ പ്ലെയിൻ ആംഗിൾ, സോളിഡ് ആംഗിൾ, അതൊക്കെ പറഞ്ഞു. അതിനെങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നതും പിന്നെ അതിൻ്റെ ഇക്വേഷൻ പറഞ്ഞു. പിന്നെ ഇത്രയും എടുത്തതിൽ നിന്ന് ഉള്ള PYQs, കഴിഞ്ഞ വർഷങ്ങളിലെ എക്സാമുകളിൽ എന്തൊക്കെയാണ് ചോദിച്ചത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്ലാസ് തന്നെയായിരുന്നു. നല്ല വൃത്തിക്ക് തന്നെ സാർ പറഞ്ഞു. പിന്നെ ഒരുപാട് പേര് കമൻസിലൊക്കെ ചോദിച്ച കാര്യങ്ങളാണ്, എങ്ങനെയുണ്ട് +1 പഠിച്ചിട്ട്, എങ്ങനെയുണ്ട് ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ ടഫാണോ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതിനോട് എനിക്ക് പറയാനുള്ളത്, നേരത്തെ പഠിച്ചാൽ എല്ലാം ഈസിയാണെന്നാണ് നമ്മുടെ സീനിയേഴ്സ് പോലും പറയാറുള്ളത്. മാത്രമല്ല, ഇതിപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററാണ്. ഫസ്റ്റ് ചാപ്റ്റർ എപ്പോഴും സിമ്പിളാണ്, എല്ലാവരും അങ്ങനെയാണല്ലോ പറയാറ്. ഫസ്റ്റ് ചാപ്റ്ററൊക്കെ കണ്ടിട്ട് ഫിസിക്സിനെ ഇതാക്കരുത് എന്നാണല്ലോ എല്ലാവരും പറയാറുള്ളത്. ഫസ്റ്റ് ചാപ്റ്റർ ആയതുകൊണ്ട് നല്ല സിമ്പിളായിട്ട് പോകുന്നുണ്ട്. എല്ലാവരും ഈസിയാണ് എന്ന് പറയുന്ന ചാപ്റ്റേഴ്സ് തന്നെയാണിത്. അപ്പം എനിക്ക് എങ്ങനെയാണ് +1 എന്ന് അങ്ങനെ പറയാറായിട്ടില്ല സത്യം പറഞ്ഞാൽ. ആദ്യത്തെ ചാപ്റ്ററുകളും മാത്രം തുടങ്ങിയതേ ഉള്ളൂ ഞാൻ. അപ്പോൾ എനിക്കറിയില്ല, പക്ഷെ ഇതുവരെയൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. ഇതേ പൊട്ടൻഷ്യൽ തന്നെ എല്ലാ സമയത്തും ഉണ്ടാവണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പക്ഷേ ഈ ഈസി ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് പഠിക്കുമ്പോൾ പോലും എൻ്റെ മനസ്സിലേക്ക് വരുന്നൊരു കാര്യമാണ്, ഇതുപോലും ലാസ്റ്റിലേക്ക് മാറ്റിവെച്ചാൽ ഭയങ്കര കൺഫ്യൂഷൻ ആവുന്നതാണ്. അതായത് ഈ ഒരു ഈസി ചാപ്റ്റർ പോലും എനിക്ക് തോന്നുന്നുണ്ട്, അതായത് ലാസ്റ്റിലേക്ക് വെച്ചാൽ ഈ ഒരു ചാപ്റ്റർ പോലും കൺഫ്യൂഷൻ വരുന്നുള്ളത്. അപ്പോൾ ബാക്കിയുള്ള ചാപ്റ്റേഴ്സൊക്കെ എങ്ങനെയായിരിക്കും എന്ന് ഊഹിക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. അത് എൻ്റെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ലാസ്റ്റിലേക്ക് ഒന്നും വെക്കരുത്. 10ാം ക്ലാസ്സും പോലെയോ അല്ല ഇത്. ഇപ്രാവശ്യത്തെ 10ാം ക്ലാസ് പിന്നെയും ലാസ്റ്റിലേക്ക് വെച്ചാൽ കുറച്ചൊക്കെ പണി കിട്ടുമെങ്കിലും എന്നാലും നമുക്ക് എങ്ങനെയെങ്കിലും പഠിച്ചെടുക്കാൻ പറ്റും. പിന്നെ ഇത് എനിക്ക് അങ്ങനെ പറയാനേ പറ്റില്ല, +1 ആയതുകൊണ്ട്. +1 മാത്രമല്ല, പിന്നെ ഞാൻ മലയാളം മീഡിയത്തിൽ നിന്ന് ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് വന്നതാണ്. അപ്പോൾ വായിച്ചത് മനസ്സിലാക്കി എടുക്കണമെങ്കിൽ തന്നെ കുറച്ചൊരു സമയം വേണം. അപ്പോൾ എന്തായാലും ലാസ്റ്റിലേക്ക് മാറ്റി വെച്ചാൽ ഈ ഒരു ചാപ്റ്റർ പോലും എനിക്ക് കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പോൾ അത് ഒരു 1.5 മണിക്കൂറിൻ്റെ ക്ലാസ് ആയിരുന്നു. DPPസും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഞാൻ നിങ്ങൾക്ക് തന്നെ നോട്ട്സ് കാണിച്ചു തരാം. ഹേ ഗായ്സ്, അപ്പം എൻ്റെ മുഖമൊന്നും കണ്ടിട്ട് നിങ്ങൾ ഇതാക്കണ്ട. ഇപ്പോൾ സമയം 11 മണിയായി. ഞാൻ ഫിസിക്സിൻ്റെ ഒരു ക്ലാസ് കണ്ടു, പിന്നെ അത്രയും കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഉണ്ടായിരുന്നു മാത്സ്, അപ്പോൾ അത് കാണാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ രാവിലെ എണീച്ച് കാണാമെന്നാണ് ഉള്ളത്. ഇങ്ങനെയൊക്കെ തന്നെയാണ് ഓരോ ബാക്ക്ലോഗ് വരുന്നത്, മനസ്സിലായോ ഗൈസ്? അപ്പം ഇപ്പം സമയം 11:15. പിറ്റേ ദിവസം രാവിലെ ഞാൻ മാത്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടാണ്, സെറ്റ്സ് എന്നുള്ള ആ ഒരു ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കണ്ടത്. നല്ല ക്ലാസ് തന്നെയായിരുന്നു, നല്ല അടിപൊളി ക്ലാസ് തന്നെയായിരുന്നു. നമുക്ക് എടുക്കാത്ത ഒരു സാറാണ്, നമുക്കിതുവരെ ആ സാർ എടുത്തിട്ടില്ല. പക്ഷെ എന്നാലും അടിപൊളി ക്ലാസ് തന്നെയായിരുന്നു കേട്ടോ. ആദ്യം തന്നെ കഴിഞ്ഞ ക്ലാസ്സിലത്തെ ചെയ്യാതെ പോയ പ്രോബ്ലംസൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ടാണ്. പിന്നെ വേറെ വെറൈറ്റി ക്വസ്റ്റ്യൻസൊക്കെ ചെയ്തു. അതായത് NCERTയിലുള്ള ഒരു ക്വസ്റ്റ്യൻസും വേറെ ചെയ്തു.
കഴിഞ്ഞ ക്ലാസ്സിൽ റോസ്റ്റർ ഫോം ആ ഒരു രീതിയിൽ എഴുതാനായിരുന്നു പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്രാവശ്യം സെറ്റ് ബിൽഡപ്പ് ഫോമിൽ എഴുതാൻ എങ്ങനെയാണ് എന്നുള്ളത് പഠിപ്പിച്ചു. പിന്നെ അതിൻ്റെ കുറേ ക്വസ്റ്റ്യൻസൊക്കെ ചെയ്യിപ്പിച്ചു. നല്ലൊരു ക്ലാസ് തന്നെയായിരുന്നു കേട്ടോ. മാത്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാപ്റ്റർ എനിക്ക് ഈസി ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. പക്ഷെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ചിലപ്പം ഭയങ്കര കൺഫ്യൂഷൻ തോന്നാവുന്ന ഒരു ചാപ്റ്ററായിട്ടൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ വേറെ ചാപ്റ്റേഴ്സൊക്കെ പഠിക്കുമ്പം ഇത് ഈസി ആയിട്ട് മാറുന്നതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എന്നാലും ഈസി ആയിട്ടുള്ളൊരു ചാപ്റ്റർ തന്നെയാണ്. ഇനി വരാൻ പോകുന്ന ചാപ്റ്റേഴ്സ് എങ്ങനെയാണെന്ന് നമുക്കറിയില്ലല്ലോ. പിന്നെ ടെക്സ്റ്റ് ബുക്സ് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് കുറേ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അതായത് ഷോർട്സിൽ ഞാൻ കുറേയൊക്കെ റിപ്ലൈ കൊടുത്തു, എന്നിട്ടും കുറേ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. എവിടെ നിന്നാണ് ടെക്സ്റ്റ്, ഇത് ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അല്ല കേട്ടോ, ഇത് കസിൻ തന്നതാണ്. അതായത് നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടൊക്കെ ചോദിച്ചിട്ട് വാങ്ങാം. നമുക്ക് ടെക്സ്റ്റിനോടൊരു പരിചയം ഉണ്ടാകുന്നത് നല്ലതാണ്. പിന്നെ ഇത് സൈലത്തിൻ്റെ സ്റ്റഡി മെറ്റീരിയലാണെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അല്ല, ഇത് NCERTയുടെ ബുക്കാണ്, കറക്റ്റ് ടെക്സ്റ്റ് ബുക്കാണ്. +1 +2 പഠിക്കേണ്ടത് NCERT വെച്ചിട്ട് തന്നെയാണ്, NCERT ഫോക്കസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ പഠിക്കേണ്ടത്. അത് തന്നെയാണ് എക്സാംസിനും നല്ലത്. അതിനുശേഷം യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിൻ്റെ പാർട്ട് 2 കണ്ടുട്ടാ. അത് രാവിലെ ആയിരുന്നു ക്ലാസ്, അത് ഞാൻ വൈകുന്നേരം എടുത്ത് കണ്ടതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നോക്കുക, കാരണം 5000 സബ്സ്ക്രൈബേഴ്സ് ആവാറായിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ, സി യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ.